അപ്പോൾ നാടൻ കോഴി കൂട്ടാൻ, നാടൻ കോഴി ഇറച്ചി കൂട്ടാൻ വയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വേപ്പില പൊട്ടിക്കാൻ വന്നു. ഇത്രയും ഗംഭീരമായി കൂട്ടാൻ കേരളത്തിൽ ഇന്നത്തെ ദിവസം ആരും വെച്ചിട്ടുണ്ടാവില്ല. തിന്നവർ അതിലലിഞ്ഞു പോയി. ആ പരല് ഈ പരല്, ആ പരല് ഈ പരല്, കുത്തളയ വായും കുട്ടിയോളായ അരിയിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ എന്നു ഞാൻ. പ്രിയപ്പെട്ടവരെ നമസ്കാരം. സമയം വൈകിട്ട് 6 മണിട്ടാ. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറയാനായിട്ട് എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോഴികളൊക്കെ ഗടാഗടിയന്മാരെ കോഴികളില്ലേ, അവരിലൊക്കെ നെയ്യ് മുട്ടി എന്ന് പറഞ്ഞാൽ മുട്ടയാണല്ലോ ഇപ്പോൾ. അപ്പോൾ അത് നെയ്യ് ശരീരത്തിൻ്റെ ഉള്ളിൽ മുഴുവൻ നിറഞ്ഞിട്ട് അവരുടെ മുട്ടയിലുള്ള ശേഷി പോകുന്ന പറയുന്നത് നിന്നു. അത് തന്നെ. അപ്പോൾ നമ്മള് ചേട്ടനോളം പരിജ്ഞാനം എനിക്കില്ല. അപ്പോൾ നമ്മള് നെയ്യ് മുട്ടിയ കാരണം ഒരു കോഴിനെ തട്ടി. അപ്പൊ മറ്റേ ഒറ്റക്കണ്ണൻ ചാത്തൻ ഒരെണ്ണത്തിനെ കൊന്നു. അത് കൂടാണ്ട് കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ ഒരെണ്ണം തന്നെ ചത്തു. അത് മുട്ടയിടാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ മുട്ട പുറത്തേക്ക് വരുന്നില്ല. അപ്പൊ നെയ്യ് മുട്ടാന്ന് പറയും. അപ്പോൾ ഈ കോഴിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെയ്യ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സാധാരണ കോഴികൾക്ക്, പണ്ടത്തെ നാടൻ കോഴികൾക്ക് അത് ഇത്രയ്ക്ക് പോകുന്ന നെയ്യ് കിട്ടില്ല. ഇതിനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കിലോ നെയ്യ് തന്നെ ഉണ്ടാവും. അതുപോലെ നെയ്യ് കാണിച്ചു തരാം. അപ്പോൾ അതിന് കഷ്ണങ്ങളാക്കിയില്ല. ഒക്കെ തൊലി പൊളിക്കാ ചെയ്തത് നമ്മള് മറ്റേ കടയെ കൊണ്ടുപോയിട്ട് പപ്പ വരയ്ക്കല ചെയ്തേ. പപ്പ വരയ്ക്കാൻ സാധിക്കും ഇഷ്ടം പോലെ പണികളായന. ചൂടുവെള്ളത്തിലൊക്കെ മുക്കി പരിപാടിക്കാൻ. പപ്പ വരയ്ക്കില്ലേ? പപ്പ വരയ്ക്കാൻ മെഷീനിൽ കേടായിട്ട് കിടക്കാം. അതായിരുന്നു വെച്ചാൽ തൊലി അടക്കാണെങ്കിലേ ഇപ്പൊ തൊലി അങ്ങോട്ട് ചീന്തി കളയുമ്പോ അടിയിന്ന് കൊറേ നെയ്യ് പോവും. ബാക്കി തന്നെ അതിൽ കുറെ, പിന്നെ ഇവിടെ കൊണ്ടുവന്ന് കഴുകിയപ്പോ കൊറേ നെയ്യ് പോയി. പണ്ട് കാലത്ത് ഈ പൊള്ളലേൽക്കുമ്പോ കോഴി നെയ്യെല്ലാം വീട്ടിലുണ്ടാവും, ഒരുക്കി വെക്കുന്നുണ്ട്, മേത്ത് പറ്റും പൊള്ളലേറ്റ സ്ഥലത്ത്. അപ്പൊ എന്താ വെച്ചാൽ ബാക്കി എല്ലാ സാധനങ്ങളും കോഴിനൊക്കെ കഷ്ണങ്ങളാക്കി കൂട്ടിൽ കൊണ്ടു വെച്ചിട്ടുണ്ട്. അല്ല കൂട്ടിലല്ല അപ്പൊ നമ്മള് വേപ്പില മാത്രം പൊടിച്ചിട്ടില്ല. വേപ്പില എന്ന് പറഞ്ഞാൽ ഇപ്പൊ കുറെ നാളായിട്ട് അനിലേട്ടൻ്റെ വീട്ടിലേക്കാണ് പൊടിക്കാൻ പോകുന്നത്. ഇതിലൊക്കെ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ വേപ്പ് വലിയ മരമായിരുന്നു എന്നറിയാലോ നിനക്ക്. ഇതിന്റെ തലയൊക്കെ ഞാൻ ഒരു ദിവസം കയറി കംപ്ലീറ്റ് വെട്ടി കളഞ്ഞു. അപ്പോൾ സരി തന്നെ ചീത്ത പറഞ്ഞു, അത് വെട്ടിയിട്ട് സാധനം പൊടിക്കില്ല എന്ന് പറഞ്ഞു. ഇല്ലേ? ഒരു മയത്തില് വെട്ടണ്ടേ, കണ്ടില്ലേ വെട്ടിയാണ്. ഇതും അതും അതുപോലെ തോന്നിയ പോലെ വെട്ടി. അപ്പൊ നമ്മുടെ ചാർലി അടിയിലത്തെ അത് കാണിക്കാൻ, ഞാൻ കാണിക്കാനാ. അത് കാണിക്കാൻ എന്തെങ്കിലും ചേട്ടൻ കയറണ അവനത് എടുത്തോളില്ലേ? അല്ലാതെ കഷ്ണങ്ങളാക്കി ഒക്കെ കട്ട് ചെയ്ത് കളഞ്ഞു മോളിൽ കയറിയിട്ട്. പക്ഷെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പൂർവാധികം ശക്തിയോടെ എല്ലാ സ്ഥലത്തും കൂമ്പെടുത്തു. ഇനി നമുക്ക് നല്ല വേപ്പില കിട്ടും. കണ്ടാ അവിടെ എന്നിട്ട് ഒരു കൊമ്പ് ഇരിക്കണേ, അങ്ങോട്ട് വലിച്ചു കളയരുത്. ഏത് കൊമ്പ്? ഇതാ അല്ല, ഇതിപ്പുറത്തേക്ക് നോക്കിയേ. അത് അന്നത്തെ വെട്ടിട്ട് ബാക്കി പത്രാണത്. ബാക്കി പത്രാണത് അന്ന് വെട്ടിന്റെ ബാക്കി പത്രാണ്. അയ്യോ, അത് നിറച്ച് പൊടിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഓടിഞ്ഞാലും പൊടിച്ചു. അപ്പൊ പൊട്ടിക്കാം. അല്ല, അപ്പൊ ഏറ്റവും രസം എന്ന് പറഞ്ഞാൽ ഇതിന്റെ കടക്കിലാണെന്ന് അറിയാം. കിട്ടാത്ത സ്ഥലത്തുള്ള ആൾക്കാർക്ക് വിഷമം തോന്നുന്നത് കാണുമ്പോ ഇങ്ങനെ ഒടിച്ചു കളയുന്നത്. അവിടുത്തെ വേപ്പ് വെട്ടി. അപ്പൊ പക്ഷേ ഇല്ലേ, കണ്ടമാന ഇലയുണ്ടായിരുന്നു വേപ്പില, പക്ഷെ ഒക്കെ പൊട്ട, ഉപയോഗിക്കാൻ കൊള്ളില്ല. അങ്ങനെ അപ്പടി ഒരു കേട് വന്ന പോലെ. അപ്പൊ നാടൻ കോഴി കൂട്ടാൻ, നാടൻ കോഴി ഇറച്ചി കൂട്ടാൻ വെക്കുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ വേപ്പില പൊട്ടിക്കാൻ വന്നു. നല്ലോണം നെയ്യുണ്ട്, കൂർക്കൊക്കെ ഇടുക, ചേനയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പക്ഷെ ചേട്ടൻ സമ്മതിച്ചില്ല. ഇറച്ചി തന്നെ കൊറേ ഉണ്ട്, പിന്നെ കഷ്ണം ഇടണ്ടാവും. നമ്മളാണ് തിന്നാനുള്ളത്. അല്ല, പകുതി എടുത്ത് വെച്ചാൽ മതിയായിരുന്നു. അല്ല, പകുതി അല്ലെങ്കിലും ഫുള്ള് വെക്കണില്ല. കഷ്ണം വല്ല ഇട്ട് കഴിഞ്ഞാലേ നെയ്യില് കൂർക്കൊക്കെ നെയ്യില് കിടന്ന് വെന്താ ഭയങ്കര രസമായിരിക്കും. ഇത് വേണ്ടല്ലേ? അത് വേണ്ട, ആവശ്യമില്ല. ചാർലി ഉണ്ട് നമ്മുടെ ചാർലിക്ക്. ആ കോഴിയിലെ ഇത്രയ്ക്ക് പോകുന്ന കഴുത്താ, നല്ല കഴുത്താ. അത് മുഴുവൻ ഇട്ട് കൊടുത്തു. ആള് മുഴുവൻ തിന്നു. ഇപ്പൊ കൊറേ സമയത്ത് ആൾക്കൊരു പണിയായിരുന്നു, നിന്ന് ഇരുന്ന് പിന്നെ കടിച്ചോടത്. അപ്പോൾ വൈകുന്നേരമായ കാരണം കുടില് ലൈറ്റ് ഇട്ട് വെച്ചിട്ടാണ് നമ്മൾ പാചകം ചെയ്യുന്നിട്ടാ. കുറേ നാളായി നമ്മൾ ഒരു 1.5 കൊല്ലം മുമ്പോ 2 കൊല്ലം മുമ്പ് അതുകൊണ്ട് ഈ സമയത്ത് തന്നെ നാടൻ കോഴി ഇങ്ങനെ അതുപോലെ വെച്ചതുകൊണ്ടല്ലോ ഓർമ്മ സ്ഥിതിക്ക് രാത്രി വെച്ചതല്ല, മണ്ണാളൊക്കെ ചൂട്ടൊക്കെ കത്തിച്ചിട്ട് ചേട്ടൻ കോഴീനെ പിടിക്കാൻ പോകുന്നതൊക്കെ അതന്നെ. അപ്പോൾ ഫാനും കൊണ്ടെന്ന് വെച്ചിട്ടാ. അതായത് ഈ നമ്മളിപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ അടുപ്പിലല്ല കത്തിയിരുന്നത്. സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ഈ ഇതില് അതെ ഈ കോഴിയായ കാരണം കൊണ്ടേ അടുപ്പുമ്മ കിടന്ന് വേവണമെങ്കിൽ 2-3 മണിക്കൂർ പിടിക്കും. അപ്പോൾ കുക്കറിൽ വിസിലടുപ്പിക്കാന്ന് വിചാരിച്ചു. അപ്പോൾ അതെ ബാക്കിയുള്ള സാധനം ഇതാണ് കോഴിയിട്ടാ. കോഴിയുടെ ഇത്
കണ്ടമാനുണ്ട്. ഒരു കോഴിനോന്നാണ് കണ്ട. ഇതാണ് നെയ്യിൻ്റെ പീസുകൾ കണ്ട. ഇങ്ങനത്തെ പീസുകൾ കുറേ ഉണ്ട്. മഞ്ഞ പീസുകൾ കണ്ട. ഇങ്ങനത്തെ കണ്ടമാനുണ്ടാവും. വെളിച്ചെണ്ണ ഇല്ലെങ്കിലും കുഴപ്പമില്ല. അതേ കണ്ട എന്തോരം പീസുകളാണെന്ന് ഇതൊക്കെ. ഇതാണ് നെയ്യ്, കോഴി നെയ്യിലെ പീസുകൾ. മുഴുവൻ എടുക്കേണ്ട പകുതി താന്തി. ഫാൻ കുറച്ചേരത്തേക്ക് ഓഫ് ചെയ്തിട്ടേ. എന്തിനാ എന്തേ നമ്മൾ വർത്താനം കേൾക്കുമോ? ആ ഫാൻ വെക്കുന്നതിന്റെ കാര്യം എന്താ പറയുന്നത്, ഇവിടെ ഇരിക്കുമ്പോഴേ ഭയങ്കര ചൂട്. ഇപ്പൊ നല്ല വെയിൽ കഴിഞ്ഞില്ലല്ലോ. വെയിലിന്റെ എല്ലാ മരങ്ങളൊന്നും അനങ്ങണ്ട. പിന്നെ ലൈറ്റ് വെക്കുമ്പോ ചൂടുണ്ടാവും. അപ്പൊ ഇങ്ങനെ ഫാൻ വെച്ചോക്കാം. ഇപ്പൊ ഫാൻ ഓഫ് ചെയ്യുന്ന സ്ഥലത്ത് കുറച്ചേരത്തേക്ക് കാറ്റ്. കാറ്റ് അവളെ കണ്ട കത്തുണ്ട്. ആദ്യം ഇതൊക്കെ അതിലിട്ട് എന്നിട്ടല്ലേ ഇറച്ചിയിലിടണ്ടേ. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് കുക്കർ അടപ്പത്ത് വെച്ചു. ഞാൻ വെളിച്ചെണ്ണയും ആ സാധനങ്ങളൊക്കെ ഇട്ട് മസാല ഐറ്റംസ് ഒക്കെ ഇട്ടെടുക്കും. ഒരു ഇത്തിരി വെളിച്ചെണ്ണ ഒഴിക്കണുള്ളൂ കേട്ടാ. കുക്കർ അടപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ വെച്ചു. അല്ല വെളിച്ചെണ്ണ വെച്ചു. വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി പാചകത്തിൽ പ്രാധാന്യമൊന്നുമില്ല. അതായത് ഇത് നാടൻ കോഴിയെ, ഈ കോഴി ഈ ടൈപ്പ് കോഴി എല്ലാവർക്കും കിട്ടണമെന്നില്ല. അപൂർവം ആളുകൾക്ക് കിട്ടില്ല അങ്ങനത്തെ കോഴിട്ടാ. ഇതേ പച്ചമുളക്, സവോള, 2 സവോള. ഇത് 3.5 കിലോ കോഴീൻ്റെ കോഴി ഇറച്ചിൻ്റെ ഇട്ടാ. 3.5 കിലോ ഇറച്ചി വയ്ക്കുന്നില്ല. എത്ര വയ്ക്കണം? എല്ലാവരും കൊതിപ്പിക്കാൻ പോവാ നമ്മൾ ഓരോ സാധനങ്ങൾ ചെയ്യുമ്പോ ഉണ്ടാക്കി നോക്കാം, ട്രൈ ചെയ്ത് നോക്കും എന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ്സ് വരും. ഇത് ട്രൈ ചെയ്യാൻ പറ്റില്ല. ഇത് ഇങ്ങനത്തെ കോഴി തന്നെ വേണ്ടേ, കിട്ടണ്ടേ. ഇത് വീടുകളിൽ ഉണ്ടാവാൻ അപൂർവ സാധ്യതയുള്ള ഒരു സാധനമാണ്. എന്നിട്ട് അത് ചോറിനാലേ അത് കൂട്ടിയിട്ട് അതേ ബ്രെഡ് വാങ്ങിക്കും, അത് ചപ്പാത്തി എന്തൊട്ട് കൂട്ടിയാണേലും കഴിക്കാൻ അടിപൊളി കഴിക്കും. അപ്പൊ ഇത് എന്തിനാണ് കുക്കറിൽ വേവിക്കുന്ന വെച്ചിട്ടില്ലേ? എന്നിട്ട് വേണ്ട ഈ ഉപ്പ് എന്തിനാ ഇതിലിട്ട് കുക്കറിലിട്ട് വേവിക്കുന്ന വെച്ചിട്ടില്ലേ? വിസിലടിച്ചില്ലെങ്കിൽ ഈ സാധനം നേരത്തെ പറഞ്ഞു. ചേട്ടൻ കേട്ടില്ലേ? ഞാൻ കേട്ടില്ലേ അല്ലേ? ചേട്ടൻ വേറെ ഏതോ ലോകത്താ. ഇളക്കാം. ഉപ്പിട്ടു. ഫാനിട്ട കാരണേ നല്ല സുഖരിക്കാനായിട്ട് നല്ല കാറ്റ്. കിടന്നുറങ്ങുന്നതുകൊണ്ട് ഞാൻ ഇവിടെ കിടന്നിട്ട് കാറ്റ്. ജഗുടിയാ ജഗു നാളെ പരീക്ഷയില്ലേ? നാളെ പരീക്ഷയുണ്ട്. നാളെ ഞായറാഴ്ച മറ്റന്നാ ഞാൻ അഭിനയിക്കുന്ന നാടകമാണ് കളിക്കുന്നത് തൃശ്ശൂര് അക്കാദമിയില്. ഞാൻ സംവിധാനം ചെയ്യുന്നത് അതന്നെ. ഞാൻ സംവിധാനം ചെയ്യുന്നത് ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ നാടകം. എന്നെ പിള്ളേരെ ഞങ്ങൾ 2 പേരാണ് അഭിനയിക്കുന്നത്. 7 കൊല്ലം മുമ്പ് കളിച്ചിട്ടുള്ള നാടകം. അല്ല സരിതില്ല, സരിത് മ്യൂസിക് ചെയ്യും. വിദ്യാധരൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സുഹൃത്താണ് കൂടെ ഉള്ളത്. മുഴുനീള ക്യാരക്ടറാണ്. ഡയലോഗ് അത്രയ്ക്ക് അധികം ഉണ്ട്. 40-40 മിനിറ്റ് അഭിനയിക്കല്ലേ. ഇവിടെ അഭിനയിക്കല്ലേ, സ്റ്റേജിൽ അഭിനയിച്ചാൽ മതി. അതൊക്കെ ചേട്ടൻ എല്ലാ ഡയലോഗും കാണാൻ പാടെ. എത്ര വട്ടം കളിച്ചിട്ടുള്ള നാടകം? എത്ര വട്ടം കളിച്ചിട്ടുണ്ട്? അത് 7 കൊല്ലം മുമ്പ് 6 കൊല്ലം മുമ്പ് കളിച്ചിട്ടുള്ളല്ലേ. എന്നാലും ചേട്ടൻ അതൊക്കെ നല്ല ഓർമ്മയുണ്ടല്ലോ വായിക്കുമ്പോഴത്തേക്ക്. വൈകുന്നേരം മുഴുവൻ അതിന്റെ ഡയലോഗ് ഇത് പഠിക്കും. ഇപ്പൊ കൊണ്ടൊന്നും വന്നിട്ട് ഇത് പഠിക്കും. ഒരു സ്വല്പം വെളിച്ചിട്ടുണ്ട്. നെയ്യേ ഇഷ്ടംപോലെ ഉള്ളവരെ വെളിച്ചെണ്ണ അധികം വേണ്ട ചേച്ചി. പക്ഷെ ഇത് ഇങ്ങനെ കരിയണ പോലെ കുക്കറിന്റെ അടിഭാഗം, അത് കാരണം ഒരു പൊട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചാച്ചു കൊണ്ടുവന്നിട്ട് കേട്ടോ സരിത. പാചകമൊക്കെ ഇതൊക്കെ സാധാരണ പോലെ തന്നെ വെക്കുക. നാടൻ കോഴി അല്ലാണ്ട് വേറെ ഒന്നുമില്ല. നാടൻ കോഴി വേണമെങ്കിൽ നമുക്ക് നാളികേരവും മറ്റേ മസാല ഐറ്റംസ് ഒക്കെ അരച്ചിട്ടൊക്കെ വേണമെങ്കിൽ ചെയ്യാം. നാടൻ കോഴി എന്ന് പറയാൻ പറ്റില്ല. ഇത് ക്രോയിലർ എന്ന് പറഞ്ഞ കോഴിയാണ്. പക്ഷെ നാടനായിട്ട് മാറി. അതാണ് ബ്രോയിലറിന്റെ പോലെ മുറുക്കം കൂടുതലായിരിക്കും. നാടൻ കോഴീനേക്കാൾ ടേസ്റ്റ് ഉണ്ടായിരിക്കും. കാരണം എന്താ വെച്ചാൽ നാടൻ കോഴിയില്ലേ, തനി നാടൻ കോഴിയിൽ എല്ലുമുട്ടി മാത്രമല്ലേ ഉണ്ടാവുള്ളൂ, മാംസം ഉണ്ടാവില്ലല്ലോ. പക്ഷെ ഇതിൽ നന്നായി മാംസം ഉണ്ടാവും, പിന്നെ ടേസ്റ്റ് കൂടുതലായിരിക്കും. ഇഞ്ചിയും വെളുത്തുള്ളി നന്നായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടാ, ചതച്ചത്. പെട്ടെന്ന് അടി പിടിക്കും. അതന്നെ. കുറച്ച് സമയം വഴറ്റൊന്ന് പച്ചമണം പോയാൽ മതി. പൊടി ഐറ്റംസ് ഇടാം. തക്കാളി ഇടണമായിരുന്നോ? വേണ്ട അല്ലേ? തക്കാളി ഒന്നും ഇടാറില്ല. ഇടണമെങ്കിൽ അത് നമുക്ക് കയ്യിലാക്കുമ്പോ ഉരുളിയിലാക്കുമ്പോ കയറ്റുമ്പോ അടുപ്പത്ത് വയ്ക്കുമ്പോ വയ്ക്കാം. ഉരുളിയിൽ ഇനി ഇടോ? പിന്നില്ലാണ്ട് അതിലിട്ടിട്ട് ആക്കണം. ഇതിൽ വേവിച്ച് കഴിഞ്ഞിട്ട് ഇതിൽ വേവിക്കുക മാത്രമല്ല കർമ്മമുള്ളോ. അത് കഴിഞ്ഞിട്ട് പിന്നെ പാത്രത്തിൽ അവിടെ അടുപ്പിൽ നമ്മൾ മറ്റടുപ്പിലാണ് വെക്കുക. പിന്നെ അപ്പൊ നിങ്ങൾ കോഴികളെ വളർത്തുന്നുണ്ടെങ്കിൽ എന്തൊരു ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ കോഴികളെ വേനൽക്കാലം ഇനി ചൂട് കൂടുമ്പോ കുട്ടികൾക്ക്
ചൂട് താങ്ങാൻ പറ്റാണ്ട് ചത്തുപോകും. നമ്മുടെ കൂട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നല്ല കാറ്റും വെളിച്ചവും പിന്നെ കൂടിന് നല്ല ഹൈറ്റ് ഒക്കെ ഉണ്ടല്ലോ. ശരിക്കും കൂടല്ലല്ലോ, അത് തൊഴുത്തല്ലായിരുന്നു. അപ്പൊ നല്ല എയർ സർക്കുലേഷൻ ഉള്ളത് കൊണ്ട് ഇവർക്ക് വലിയ കുഴപ്പമുണ്ടാവില്ല. അപ്പോ ഇവരെ ഈ ബാച്ചിന് നമ്മള് ഈ വേനൽക്കാലം തീർന്നോട് തീർക്കണം. എന്നിട്ട് അടുത്ത സ്റ്റെപ്പ് വാങ്ങിക്കണം. ഒരു 10-30 കോഴിക്കുട്ടികളെ വാങ്ങിക്കാൻ പോവാ. കോഴിക്കുട്ടികളെ ഇപ്പൊ വാങ്ങിക്കാൻ ചേർച്ചായിരുന്നു. പക്ഷെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ അവരുടെ പിടിച്ചു കിട്ടില്ല. ഈ ചൂട് കാരണം ചത്തു. മുളക് പൊടി മല്ലിപ്പൊടി കിട്ടാറായില്ലേ? ആവട്ടെ. വേപ്പില കറിവേപ്പില ഇട്ടു ഇടട്ടെ. മഞ്ഞൾ മുളക് പൊടി ഇട്ടോ. മുളക് പൊടി നമുക്ക് ഭയങ്കര എരിവുള്ള മുളക് പൊടിയാണ്. അത്ര ഇട്ടാ മതി. ഇനി കുരുമുളക് പൊടി നാടൻ കോഴി ആകുമ്പോ കുരുമുളക് പൊടിയുടെ ടേസ്റ്റ് മതി കൂടുതൽ മുന്നേക്ക് നിൽക്കണം. മല്ലിപ്പൊടി ഇട്ടോ. മല്ലിപ്പൊടി അത്ര 1 ടീസ്പൂൺ കൂടുതലാണ്. കുറച്ചുകൂടി ഇട്ടോ, തൈരും കൂടി ഇട്ടാ മതി. ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി മസാല മതി മതി മതി. ഞാൻ ആവശ്യമില്ലെങ്കിൽ നമുക്ക് മറ്റേ ചേർക്കാം. കുരുമുളക് പൊടി ഇടുന്നില്ല അവിടെ? പിന്നെ വേണ്ട, ലാസ്റ്റ് ഇടാം. ഞാൻ ഇറച്ചിടാറായില്ലേ? പെട്ടെന്നാവത് മൂക്കട്ടെ. നല്ല മണം വന്നു തുടങ്ങി. അപ്പൊ നമ്മൾ ഈ ഇറച്ചി ഇടാൻ പോകണം കേട്ടാ. മുഴുവൻ ഇടണ്ട, നോക്കിയിട്ട്. ഉഗ്രം പീസുകളാണ്. നാടൻ കോഴിക്ക് ഇങ്ങനത്തെ കഷ്ണം ഉണ്ടാവില്ലേ? നെയ്യ് അത് കളക്കി തുടങ്ങി. ഇതിന്റെ കോഴിമുട്ട കണ്ട, അതിന്റെ ഉള്ളിലത്തെ മുട്ട ഇത് വലുതായി അങ്ങനെ മുട്ടി നിൽക്കുന്നത് ഇടുന്നോട് കൂടി ചിലപ്പോ ഈ കോഴി ചാവും. ഇതാണ്ട് നെയ്യിന്റെ പീസിലുണ്ട. ഇങ്ങനെ വളർത്തുന്ന കോഴികളുടെ പൂവൻ കോഴീനെ കൊല്ലുമ്പോ അല്ല പൂവൻ കോഴീനെ കൂട്ടാനേക്കാൾ ടേസ്റ്റ് പെടയാ. കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടാ. മതിയാ? മതി ഇത്രയ്ക്ക് എടുത്തേക്കല്ലേ? ഉള്ളോടത്തോളം നെയ്യ് മുഴുതിലിട്ടാ. നെയ്യ് കുറച്ച്. നീ അത് വെക്കുമ്പോ നെയ്യ് ഉണ്ടാവില്ലേ? മതി, 2 ടൈപ്പ് വെക്കാലോ. ഈ കോഴി നെയ്യ് കഴിച്ചുകൊണ്ട് നമുക്ക് കൊളസ്ട്രോൾ തേങ്ങി വരില്ല കേട്ടാ. ഇങ്ങനത്തെ നെയ്യ് വെച്ചിട്ട് കുറച്ച് ഉപ്പ് കൂടിയിട്ടുണ്ട് കേട്ടോ നമ്മള്. ഉപ്പ് അധികം വെള്ളം ഒഴിക്കണ്ട, തിളച്ചിങ്ങനെ പോവും. അതുകൊണ്ട് ഇനി വെള്ളം ഒഴിക്കണം. നോക്കിയേ, ഒരു പൊട്ട് വെള്ളം ഒഴിക്കും. വെള്ളം ഒഴിച്ചു കണ്ടില്ലേ? അത് കണ്ടു, ഒരു പൊട്ട് വെള്ളം കൊണ്ട്. ഇതിന്റെ കളറ് കാണുമ്പോ ശരിക്കും എരിവൊന്നുമില്ല. ആ ഇട്ടേക്കണ മുളക് പൊടിക്ക് ഒടുക്കത്തെ എരിവാണ് കേട്ടാ. അതുകൊണ്ട് കളറ് നോക്കണ്ട. അടക്കി നമ്മൾ അടയ്ക്കുന്നു. പരിപാടി കഴിഞ്ഞു. വിസിലടിച്ചോണ്ടിരിക്കാണ്. 4 വിസിലാണ് പറഞ്ഞത്. 1 വിസിൽ കഴിഞ്ഞു. 2ാമത്തെ വിസിലാണിത്. 4 വിസിലാന്ന് ആര് പറഞ്ഞു? 4 വിസിലടിക്കാനാണ് തീരുമാനിച്ചോണ്ട് നമ്മള്. അടുത്ത 2ാമത്തെ വിസിലാണ് അടിച്ചത്. കാലാവസ്ഥ മാറി തുടങ്ങിയിട്ട് നല്ല ഭംഗി അന്തരീക്ഷം. ഇരുട്ടി കണ്ട, അവിടേക്ക് നോക്കിയ ഇരുട്ടി തുടങ്ങി. നമുക്ക് കാണുന്ന പോലെ എത്തിയാവില്ല. ഫോണിൽ കുറച്ചുകൂടി വെളിച്ചുണ്ടാവും ഇല്ലേ? കൂടപ്പഴം പോലൊരു പെണ്ണിനു വേണ്ടി ഞാൻ കൂടപ്പൂ. ഇനി ആരും അജുവേട്ടൻ പാട്ട് പാടുമെന്ന് ആരും പറയില്ല. അത്രയ്ക്കധികം പാട്ട് പാടി കാലുമ കയറിയില്ലല്ലേ? കൂടപ്പുഴയാകെ അലഞ്ഞോ നാണ്ടി. എല്ലാ പാട്ടുകളും കോപ്പിറൈറ്റ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ പാടുന്നില്ല. പറയുന്നുണ്ട് കോപ്പിറൈറ്റ് ഉണ്ട്. നോക്കിയാ ഇപ്പൊ കൊറേ പാട്ട് പാടിയിട്ടുണ്ട്. അതൊക്കെ ഇട്ട് നോക്കി നോക്കാം. എന്നിട്ട് വരാം, നമുക്ക് നോക്കാലോ. പരലി പരല് 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 പാടി പോവാൻ. പരലി പരലി പരല് അങ്ങനെ പാടാൻ. പരലി പരലി പൂവാലി പരലി ഇന്നലെ നേരത്ത് പരല് വെള്ളത്തിലൂടെ ചേട്ടാ കേട്ട് നോക്കാം, മനസ്സിലാവും. അത് കേട്ട് കഴിഞ്ഞാൽ കേട്ടാ മനസ്സിലാവും. ആകാശവീതി തോറും കരഞ്ഞിത് ആനന്ദ ചെമ്പരുന്ത് പറക്കണ് വട്ടം കറങ്ങി വന്ന് വയലിലെ പുള്ളിപ്പരല് കൊട്ട വെള്ളപ്പരപ്പിൽ കണ്ടേ പരല് തുള്ളി കളിച്ചൊരുങ്ങി. പകല് മുഴുവൻ പണിയെടുത്ത് കിട്ടണ കാശിന് കള്ളും കുടിച്ച് എന്റെ മോളെ കഷ്ടത്തിലാക്കല്ലേ വേലായുധ, എന്റെ മോളെ കഷ്ടത്തിലാക്കല്ലേ വേലായുധ. കെട്ടിയ പെണ്ണിന് കഞ്ഞി കൊടുക്കാൻ പറ്റാത്തോരെന്തിനി പണി ചെയ്തു. കല്യാണം കുട്ടിക്കളിയല്ലട വേലായുധ, കല്യാണം കുട്ടിക്കളിയല്ലട വേലായുധ. പെണ്ണു കെട്ടിയ കാലും കെട്ടും കുത്തളയ വായും കെട്ടും. കുത്തളയാണത്
കുട്ടിയോളായ വായും കെട്ടും കാര്യം കഴിഞ്ഞു മതി കളിവേലായുധ. പെണ്ണെ പേടമാനെ പേടിച്ചോടും പുള്ളിമാനെ നാണം പോത്ത കവളില് പുഞ്ചിരിപ്പാൽ നിന്റെ ചുണ്ടില് കാമുകനെ കണ്ട നേരം കളം വരയ്ക്കണ് നഖം കടിക്കണ് കണ്ണോണ്ടും പറയണതെന്താണ് പെണ്ണേ. ഓടപ്പഴം പോലൊരു പെണ്ണിനെ വേണ്ടി ഞാൻ കൂടപ്പുഴ ആകെ അലഞ്ഞോനാണ്ടി. ആത്മാർത്ഥമായി ഞാൻ സ്നേഹിച്ച കാരണം എന്നെ പിരിഞ്ഞു നീ പോയില്ലേടി. ഇന്നു നിന്റെ വീട്ടിലെ കല്യാണാലങ്കാരം ഇന്നെൻ്റെ വീട്ടിലെ കണ്ണീരാണ്ടി. ഓടുന്ന വണ്ടിയിലോ കിട്ടുന്നോരായാസം നിന്നെ കുറിച്ചുള്ളതായിരുന്നു. ആളും ചുമരുമേൽ ചിത്രം വരച്ചാലോ പുതുമഴ പെയ്യുമ്പോൾ ചിത്രം മായും. കുതിരയ്ക്കോ കൊമ്പില്ല മുതിരയ്ക്കോ മതിരില്ല പച്ചില പാമ്പിനോ പത്തിയില്ല. ഓടപ്പഴം പോലൊരു പെണ്ണീനിയും കിട്ടിയില്ല കൂടപ്പുഴ പിന്നെ ഞാൻ കണ്ടിട്ടില്ല. ഓടപ്പഴം എന്ന് പറഞ്ഞിട്ടാ ഞാൻ ഈ ഡോക്ടർ പറഞ്ഞു ഓടപ്പഴം ഉണ്ടാവുന്നത് കൊല കൊലയായിട്ട് ഉണ്ടാവുന്നത് ഓടപ്പഴം അവിടെ ഉണ്ടെന്ന് പറഞ്ഞത് ഓർമ്മയില്ലേ? നല്ല ഭംഗിയാ അത്, ഈ മുന്തിരി കൊല പോലെയാ. ഞാൻ സംഗീതജ്ഞനൊന്നല്ല, അത് സംഗീതജ്ഞനല്ല, എന്താ പറയാ എളിമ ഗായകനല്ല. ഞാൻ അത്ര വലിയ ഗായകനൊന്നല്ല, യേശുദാസ് ഒന്നല്ല, അങ്ങനെ പറയാം. എളിമയോടുകൂടി ന്യൂഡിലെടുത്തോണ്ടോ ഇപ്പൊ 4 വിസിൽ വെച്ച് കഴിഞ്ഞാൽ 4 വിസിലായില്ലേ? കുറച്ചേരം ചൂടാറി കഴിഞ്ഞിട്ട് ഇറക്കിയാൽ മതി. ഇപ്പൊ 4 വിസിൽ കഴിഞ്ഞ് എയർ പോയിട്ടാ. എയർ പോയി കഴിഞ്ഞപ്പോ നമുക്ക് എടുക്കാം. ഇറച്ചി വേവണം. വെന്തിട്ടില്ലെങ്കിൽ ഒരു വിസിലൂടെ അടുപ്പിക്കായിരുന്നില്ലേ? ആ വെന്തുണ്ടാവും, വെന്തുണ്ടാവും. കണ്ടോ നെയ്യ് കണ്ടോ നിറച്ച് വരുന്നത്? നല്ല മണം വരുന്നുണ്ടല്ലോ. അല്ലാണ്ട് തന്നെ അടിപൊളി വെന്തുണ്ടല്ലോ, മണമുണ്ട്. അപ്പൊ ഇനി അടുത്ത പരിപാടി എന്താ വെച്ചാൽ നമ്മൾ അവിടെ തീ കത്തിച്ചോണ്ടാ. നോക്കിയേ, ഇനി ചട്ടിയിലേക്ക് കയറ്റാൻ പോവാണ് കേട്ടാ. അങ്ങനെ ഈ ചട്ടിയിലേക്ക് ഒഴിക്കാം നമുക്ക്. നോക്കിയാ ഒഴിച്ചിട്ട് നമുക്ക് വേണ്ട ഇത് നെയ്യാണ് വേണ്ട വേണ്ട. അയ്യോ ചട്ടി ഇറച്ചി കൂടെ അടുപ്പിലേക്ക് പോകും. കുഴപ്പമില്ല, വെക്കല്ലേ. കൈ ഒരു കഷ്ണം ഒന്നും എടുത്തിട്ട് ഇരിക്കൂടി ചേട്ടാ, വെന്തോന്ന് നോക്കാൻ. ഓക്കെ, വേവ് കുറവാണെങ്കിലേ കുറേ നേരം തീ കത്തിക്കേണ്ടി വരും കേട്ടോ. ഞാൻ പറഞ്ഞത് നോക്കിയിട്ട് വേണേ 2 വിസിലും കൂടി അടുപ്പിക്കാം. നീ നോക്കിയേ, ചൂടുണ്ട് കേട്ടാ, വെന്തുണ്ട്. വെന്തിട്ട് വിട്ടു പോകുന്നുണ്ട്. വെന്തിട്ട് അപ്പൊ ഇനി ഇത് അടുപ്പത്ത് വയ്ക്കാട്ടാ. ഇത് അടുപ്പത്ത് വെച്ച് ഇത് ഫ്രൈ അല്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം കുറച്ച് വറ്റിക്കാം. വെള്ളം കുറച്ച് വറ്റിച്ച് ഇറച്ചി കുറഞ്ഞു ഇല്ലേ, നമുക്കിത് മതി അല്ലേ സരിത? പിന്നെ ചട്ടിയിലാണ് വെക്കുന്നില്ല. രാത്രി മഴ പെയ്തു തോർന്ന നേരം, രാത്രി മഴ പെയ്തു തോർന്ന നേരം, ഇളം കാറ്റിലില ചാർത്തുലഞ്ഞ നേരം, ഇത്തിറ്റു വീഴും നീർത്തുള്ളി തൻ സംഗീതം ഹൃത്തന്തികളിൽ പടർന്ന നേരം, കാതരയായൊരു പക്ഷിയൻ ജാലക വാതിലിൻ ചാരേ ചിലച്ച നേരം, വാതിലിൻ ചാരേ ചിലച്ച നേരം, ഒരു മാത്ര വെറുതെ നനച്ചുപോയി. അരിയിൽ നീയുണ്ടായിരുന്നെങ്കിൽ എന്നു ഞാൻ ഒരു മാത്ര വെറുതെ നനച്ചുപോയി, ഒരു മാത്ര വെറുതെ
നിനച്ചു പോയി. എന്താ നീ നോക്കണത്? ഒന്നുമില്ല. തെളന്തായി കഴിഞ്ഞു. തെളന്തായി നോട്ടെ. ഇനി ഫാൻ ഇടാലോ ചേട്ടാ? ആ ഫാൻ കേട്ടോ. ഈ കളർ മാറും. നമുക്കതിനെ കറുപ്പ് കളറാക്കണം. കണ്ട നമ്മടത് വെള്ളം വറ്റിയിട്ട് എണ്ണ മറ്റേത് തെളിഞ്ഞു വരണ്ട, നെയ്യ് തെളിഞ്ഞു വരണ്ട, അതിന്റെ ഭംഗി വരണ്ട. ആ മഞ്ഞ കളറിൽ നിന്ന് മാറി, മഞ്ഞ കളറിൽ നിന്ന് മാറി ഇപ്പൊ നല്ലൊരു കളറായിട്ട് കണ്ട. നമുക്ക് കുരുമുളക് പൊടി ഇടണം കേട്ടോ, എന്താ വെച്ചാൽ എരിവ് വളരെ കുറവാണ്. കണ്ടാ എന്തൊരു ഭംഗിയില് വരുന്ന റീസാണ് ഇതിന്റെ. എനിക്ക് എന്തൊരു ചേട്ടാ, ബ്രെഡ് വാങ്ങിക്കണോ അതോ പൊറോട്ട വാങ്ങിക്കണോ അതോ എന്തും ഇതിൽ പോവും. അതെ, ചോറൊക്കെ ഗംഭീരമാണ് കേട്ടോ. അതിക്ക് ലോറത്തിലോ മണം, കോഴിയുടെ ഇറച്ചിയുടെ മണം അവിടേക്ക് എത്തും, നമ്മുടെ പടിയിൽ അവിടേക്ക് എത്തും ഇതിന്റെ മണം അല്ലേ. ആ കുക്കർ തുറന്നപ്പോഴാണ് ഭയങ്കര മണം വന്നത്. ഇപ്പൊ പിന്നെ തിളക്കുന്നുണ്ടോ നെയ്യില്? നമ്മളൊരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടാവില്ലേ? 2-3 അത്ര ഒഴിച്ചിട്ടുള്ളൂ. അടിയെ പിടിക്കാറായപ്പോ തീ കത്തിക്കണേ. തീ കത്തുന്നതാണ്, ഞാൻ കത്തിക്കുന്നതല്ല. ഇനി വെറുതെ കനലില് കിടന്നിട്ട് ആയാൽ മതി. അതിൽ ആ ചിരട്ടിയിട്ടുണ്ടല്ലോ, ആ ചിരട്ട ഒന്ന് കഴിയുന്നവര് പിന്നെ കനലല്ലേ ആയുള്ളൂ. ഇനി ഒന്നും ചെയ്യില്ല, ഇടയ്ക്ക് ഇളക്കി കൊടുക്കുക, അത്രേ ഉള്ളൂ. ഇതുപോലെ കോഴി ഇറച്ചി കൂട്ടാൻ സ്വപ്നങ്ങളിൽ മാത്രമായിട്ടുള്ളൂ കേട്ടോ. ഞാൻ മറ്റേ ഒരു സാധനം വയ്ക്കുന്നില്ല, മറ്റേ കഴിഞ്ഞ എൻ്റെ മുൻതോലം ഇറ്റ്ഫോക്കിലേക്ക് അതില് വന്നിട്ടുള്ള ഒരു ഈ കോഴിയുടെ പരിപാടി ഉണ്ട്. അത് ഞാൻ അവരോട് ചോദിച്ചു വെച്ചിട്ടുണ്ട്. കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ കൊല്ലം ഉണ്ടായിരുന്നില്ലല്ലോ കൊറോണയിട്ട്. ഇക്കൊല്ലല്ല, കഴിഞ്ഞ കൊല്ലം. എനിക്ക് ഓർമ്മയില്ല കഴിഞ്ഞ കൊല്ലത്തെ. കഴിഞ്ഞ കൊല്ലം ഇറ്റ്ഫോക്കിന് പോയി തന്നെ എനിക്ക് ഓർമ്മയില്ല. ഒറ്റ നാടകങ്ങൾ കണ്ടിട്ടില്ല കഴിഞ്ഞ കൊല്ലം. അതിന്റെ ആ ചട്ട കത്തി ചട്ട വയ്ക്കില്ല. ചൂട്. ഞാൻ ഇവിടെ പോയിരിക്കട്ടെ. അല്ല, ഫാൻ ഇങ്ങോട്ട് വയ്ക്കാം, ഇങ്ങോട്ട് തിരിച്ചാൽ മതി. ഫാൻ ഇങ്ങോട്ട് തിരിക്കാം. അല്ല, അവിടെ ഇരിക്കാൻ സുഖം അല്ലേ, ചൂട് തീരില്ലേ. ഇടയ്ക്ക് കൊടുക്കണം. കേട്ടാ, ആ ഒരു കലം കോഴി കൂട്ടാൻ ഒറ്റയ്ക്കിരുന്ന് തിന്നാട്ടാ ഈ സാധനം. പകുതിയിലധികം എടുത്തു വെച്ചൂല്ലേ? കുറച്ച് ഉപ്പിടണം. ഇല്ല, ഒരു സ്വല്പം ഉപ്പിടുന്നുണ്ട് കേട്ടോ. നേരത്തെ ഉപ്പ് സ്ഥലത്ത് വെന്തുണ്ടോ നോക്കാനായിട്ട് ഉണ്ടായിരുന്നു. അപ്പൊ ഇത്തിരി ഉപ്പ് കിട്ടാ. ചാറ് പറ്റിപ്പോ ചിലപ്പോ ഉപ്പ് ഉണ്ടാവട്ടെ ചേട്ടാ, ഒന്ന് വേണേ നോക്കിക്കോ ചാറില്. ഇട്ട് കഴിഞ്ഞു, നീ ഒരു അപ്പൊ ഈ നെയ്യിരിക്കുന്ന ആളുകള് പണ്ട് മറ്റേ ഇതൊക്കെ ഇട്ട് കൊടുക്കാൻ ഈ കഷ്ണങ്ങളില്ലേ, എന്ത് കഷ്ണം ഇട്ടാലും ഈ നെയ്യിൽ പിടിച്ച് കയറും. കൂർക്ക അല്ലെങ്കിൽ ചേന, ഇവിടെ പറമ്പിൽ തന്നെ പറിച്ച ചേനയാണെങ്കിൽ അടിപൊളിയായിരിക്കും. ചെറിയ പീസുകളാക്കിയാൽ മതി കോഴി. ഉരുളക്കിഴങ്ങിടും. ഇനി കനലില് ആയുള്ളൂ, കനലിൽ കിടന്നിട്ട് ആയുള്ളൂ. കണ്ട കനലില് വിറക് ഇങ്ങനെ കത്തണില്ലേ, നമ്മുടെ വിറകൊക്കെ മാറ്റി വെച്ചുട്ടാ. കണ്ട വറ്റി വന്നു, മഞ്ഞ കളറിൽ കൂട്ടാനല്ലേ, ബ്ലാക്ക് കളറായി തുടങ്ങിയിട്ടാ. ഇനി ഇതിലേക്ക് കുരുമുളക് പൊടി ഇട്ടണം. കുരുമുളക് പൊടി നമ്മുടെ എരിവ് വെറും 1 ടീസ്പൂണാണ് ഇട്ടത്. കുരുമുളക് പൊടി നോക്കായിരുന്നു അല്ലേ, എരിവ് എന്തോരണ്ടെന്ന്. ഇത്ര മതി, എരിവ് ഇത്ര മതി. അതിട്ടു. ഇനി കുറച്ച് മസാലപ്പൊടി ഉണ്ട് കേട്ടാ, ഗരം മസാല. അതേ ഞാൻ അയച്ചതേ എന്നിട്ട് ഇളക്കാട്ടാ. മനുഷ്യൻ്റെ ആമാശയത്തിലെ വശത്തില്ലേ, അതിൽ നല്ല ബാക്ടീരിയകൾ ഉണ്ടാവുന്ന ഭക്ഷണം സാധനങ്ങൾ നിർവഹിക്കുന്നത്. നമ്മുടെ മനുഷ്യ ശരീരത്തിൻ്റെ ആമാശയത്തിൽ നല്ല ബാക്ടീരിയ വേണം. അതിന് കഴിക്കേണ്ട സാധനങ്ങൾ നിർവഹിക്കുന്നറിയോ? ഇഞ്ചി, വെളുത്തുള്ളി. ഇങ്ങനെ ഇതുപോലെ ഇഞ്ചി ഡയറക്റ്റ് ആയിട്ടാണോ? അല്ലല്ല, ഇങ്ങനെ കഴിച്ചാലും മതിയാവും. ഇഞ്ചി, വെളുത്തുള്ളി ഇത് പിടിച്ച വേപ്പില വെറുതെ ഇട്ടാ ഭംഗിയുണ്ടല്ലേ. വേപ്പില വാടി, കുഴപ്പമില്ല. നല്ല വേപ്പില വേണമെങ്കിൽ ഇതൊന്നും കിട്ടും. ഇല്ല, ഇത് അത്രക്ക് അതിന്റെ അത്രക്ക് പറയട്ടെ. ഇഞ്ചി, വെളുത്തുള്ളി, പെരിഞ്ചീരകം, തൈര്, ഒറ്റ വീണത് കുഴപ്പമില്ല, കറുവപ്പട്ട, നെയ്യ്, ഈ സാധനങ്ങളാണ് നമ്മുടെ തൈര്. തൈര് കഴിക്കാം. ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആമാശയത്തിൽ നല്ല ബാക്ടീരിയകൾ ഉണ്ടാവും. ഈ ചട്ടിയിൽ ചൂടിലാണ് ഇപ്പോൾ തിളയ്ക്കുന്നത് കേട്ടോ. അതേ ഇവിടേക്ക് ഇറക്കി വെച്ചു. ഇത്രയും ഗംഭീരമായി കൂട്ടാൻ കേരളത്തിൽ ഇന്നത്തെ ദിവസം ആരും വെച്ചിട്ടുണ്ടാവില്ല. സത്യമായിട്ടുള്ള കാര്യമാണ്, ഇന്നത്തെ ദിവസം ഒരാളും വെച്ചിട്ടുണ്ടാവില്ല ഇത്രയും ടേസ്റ്റുള്ള കൂട്ടാൻ. അതിന് ഞാൻ ഗ്യാരണ്ടി. അപ്പോൾ നമ്മുടെ കൂട്ടാൻ എടുക്കാം കേട്ടോ. ഇളക്കി ഞാൻ എടുക്കുന്നുണ്ട്.
രസമില്ലെങ്കിലോ എന്നാ പഴക്കമുള്ള ഇതല്ല കോഴി. പഴക്കമുള്ള ഈ കൂട്ടാനെ വെട്ടാനായിട്ട് ഇന്നത്തെ ദിവസം നോൺ വെജിൽ കേരളത്തിൽ ഒറ്റ സാധനം ഉണ്ടാവില്ല ഇത്രയും ഗംഭീരമായി കൂട്ടാൻ. ചൂടുണ്ടാവും, ഉപ്പില്ലേ? ചൂട് ഭയങ്കര കഷ്ണടായില്ലേ മറ്റേ കൂർക്ക. ചൂട് ഭയങ്കര ഉണ്ടാവും. ഒരു മിനിറ്റ് ചൂട് ഭയങ്കര. കൂർക്കിട്ട ജാതി ടേസ്റ്റ് ആയിരിക്കും. ഇത് നെയ്യാ. ചൂട് ഭയങ്കര. ചൂടാറ് അടുത്ത് വെച്ചതാട്ടാ ഞാൻ. ഇതെന്റെ കഷ്ണാട്ടാ. ഇതേ നമ്മളിതിന്റെ ചാറ്. അയ്യോ കൈ കൊള്ളണം. ചോറിന് ചൂടില്ലേ? ചോറിന് ചൂടില്ല. ഒരു ഉരുള ചാറ് കൂട്ടി ഫസ്റ്റത്തെ ഉരുള സരിതിക്ക് തരാൻ പോവാ. അയ്യോ തിന്നവർ അതിലലിഞ്ഞു പോയി. 5 സ്റ്റാറിന്റെ പരസ്യം പോലെ അല്ലേ? ഇത്രയ്ക്കും ഗംഭീരമായ ചാറ് കിട്ടില്ല, ഒരു സ്ഥലത്തും കിട്ടില്ല. എന്താ അമ്മേ പറയാൻ വാക്കുണ്ടാ നമുക്ക്? എന്നെ ചേക്കുക ഉണ്ടാ അതിൻ്റെ ഒരു എല്ലിൻ്റെ കഷ്ണം എടുത്ത് ഇട്ടതാ. ചൂടുണ്ട്. കിട്ടിയാ ഇതിന്റെ ഇറച്ചി കഷ്ണം ഇറച്ചിക്ക് പക്ഷെ വെന്തുണ്ട് കേട്ടാ. പക്ഷെ എന്നാലും എത്രക്ക് വേവിച്ചാലും ആ ഒരു മുറുക്കയിനുണ്ടാവും. എരിവൊക്കെ പാകത്തിനാ. ഇത് കഴിക്കി, ചിക്കൻ്റെ പീസ് കഴിക്കി. ചാർലി കേറി തുടങ്ങി. ക്ഷമ നശിച്ചു. ചാർലിക്ക് ഇപ്പൊ തരാട്ടാ. അടിപൊളിയല്ലേ സരിത? സൂപ്പർ സാധനമാണ്. ഇത്രയ്ക്കും ഗംഭീരമായി കൂട്ടാൻ ഇന്ന് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് വല്ലവരും ഇത് കഴിച്ചു കഴിഞ്ഞാൽ അവര് പറയും ഇതുപോലൊരു കൂട്ടാൻ ജീവിതത്തിൽ കൂട്ടാന്ന് പറഞ്ഞാൽ കോഴി കൂട്ടാട്ടാ. അല്ല ചേട്ടൻ അവിടെ കേത്തിരി കൊടുക്കാം. ചൂട് ഞാൻ സാധാരണ ചൂടാറിന വരെ ക്ഷമിക്കാറുണ്ട്. കുരുമുളക് ലാസ്റ്റ് ഇട്ടപ്പോൾ ടേസ്റ്റ് കൂടി. നേരത്തെ നമ്മളൊരു പീസ് ടേസ്റ്റ് ചെയ്യാൻ എടുത്തതിനേക്കാളും രസമുണ്ട് ഇപ്പോൾ കുരുമുളകിൻ്റെ ആ ഒരു ഇത് വന്നപ്പോൾ. സരിതയും വീട്ടിൽ നിന്നിട്ട് അവിടെ നിന്നിട്ട് പഠിക്കണം. അതെ തുണി കഴിച്ചിട്ട് നിർത്താട്ടെ. ഇതിന് നെയ്യ് ഉള്ളത് കൊണ്ടാണ് ചോറ് കൂട്ടി കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ഇട്ടാ. എനിക്കിത് പറഞ്ഞു വരയ്ക്കാൻ വാക്കുകളില്ല. എല്ലാവരോടും ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നു. അതന്നെ കൊതിപ്പിച്ചതിൽ. കൊതിക്കേണ്ട കൂട്ടാനാണ്. അപ്പൊ നിർത്താം കേട്ടാ. ഞങ്ങൾ ഇനി ഭക്ഷണം കഴിക്കില്ല ഫുള്ളായിട്ട്. കഷ്ണം എന്തും കഴിച്ചത് കഴിക്കൂ. ചാറ് മാത്രമല്ല കഴിച്ചിട്ടുള്ളൂ. കഴിച്ചു, ഭക്ഷണം കഴിച്ചു. ഞാൻ ഈ കണ്ടുകൊടുത്ത ഭക്ഷണത്തിന്റെ ക്യാമറേന്റെ ഉള്ളിലേക്ക് വെക്കേ ഭക്ഷണത്തിന്റെ ടേസ്റ്റ് ആൾക്കാർക്ക് അറിയാം. അത് വരും. അങ്ങനെയൊന്നും വരില്ല. കഴിച്ചു നോക്കാണ്ട് ഇങ്ങനെ ടേസ്റ്റ് അറിയാൻ പറ്റും. മണം വേണമെങ്കിൽ കുറച്ച് കൊല്ലം കഴിയുമ്പോ മണത്തിനും കൂടി എടുക്കാൻ പറ്റുമായിരിക്കും. നിർത്താല്ലേ? നിർത്താം. അടിപൊളി സാധനം. ഇപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിട്ടാണ്. നന്ദി, നമസ്കാരം. നിങ്ങൾ കഴിച്ചോ? ഞാൻ കഴിക്കുന്നുണ്ട്. ഞാൻ ഇറച്ചി കഴിക്കാം. ശരി, ഞങ്ങൾക്ക് ചോറ് വന്നിട്ട് പറയാം നിങ്ങൾ ഇത് കഴിച്ചോ. ഞാൻ ഇറച്ചി കഴിച്ചോളാം. എനിക്ക് ചോറ് വേണമെന്നില്ല. ചോറ് വേണമെന്നില്ല. അച്ഛൻ പറയണതാ. അമ്മ ചോറ് ചളി ലുലു